ഹായ് മക്കളെ, നമ്മുടെ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞിരിക്കുവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ചോദ്യ പേപ്പർ തന്നെ ആയിരുന്നു. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചെന്ന് പറയുവാണ്. അണ്ണാ ഫിസിക്സ് പരീക്ഷ തൂക്കി എന്ന് തന്നെയാണ് പറയുന്നത്. സോ അടിപൊളിയായിട്ട് എല്ലാവർക്കും പരീക്ഷ എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളിട്ട എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, ഞങ്ങളുടെ ഈ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ എടുക്കണം ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതായത് നമ്മൾ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു 1-2 ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ കുഴപ്പിച്ചിട്ടുള്ളൂ. എന്നാലും കോൺസെപ്റ്റൊക്കെ അറിയാവുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മക്കളെ, ഇത്രയും കാലം നമ്മൾ ഈ ഒരു മാസക്കാലം നമ്മൾ എടുത്തതിൻ്റെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാമിനേഷൻ എഴുതി ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ജസീൽ സാറ് പറഞ്ഞ ആ 1-2 ചോദ്യങ്ങളുടെ കാര്യം കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാം. അതായത് അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടെങ്കിൽ അതിനകത്തുള്ള AB നിങ്ങൾക്ക് ഓക്കെയാണ്. സിമിലർ വേ അതിൻ്റെ C ക്വസ്റ്റ്യനിലൊക്കെയാണ് ചെറിയ രീതിയിലൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലെ. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ചോദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെൻസ് മേക്കേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ B പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതേ പാറ്റേണിലുള്ള ചോദ്യം നമ്മൾ ഓൾറെഡി ലൈവിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഒന്ന് കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിയാണെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഫോർമുലാസ് ഒക്കെ എഴുതി നിങ്ങൾക്ക് അറിയുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. സോ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന കാര്യം കൂടി താഴെ കമന്റ് ചെയ്യുക. സോ അതുപോലത്തെ ഇനിയുള്ള പരീക്ഷകളെ പറ്റി മക്കളെ, ഇനിയുള്ള പരീക്ഷകൾ അടിപൊളിയായിട്ട് എഴുതുക. സൈലത്തിന് കൂടെ നിന്ന് കട്ടക്ക് നിന്ന് എഴുതുക. നമ്മൾ ഉഷാറായിട്ട് എല്ലാ എക്സാമിനേഷൻ ഫിസിക്സ് പോലെ തന്നെ തൂക്കും അല്ലേ? നമ്മൾ തൂക്കിയിരിക്കും. സോ ബാക്കിയുള്ള എക്സാമുകൾ എല്ലാം ഗംഭീരമായിട്ട് നിങ്ങൾ സൈലത്തെ ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാം മക്കളെ. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.